കഷ്ടാൽ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല ചില വാർത്തകൾ കേൾക്കുമ്പോൾ. വയനാട് ഉണ്ടായ ദുരന്തത്തിൽ മനുഷ്യഹൃദയമുള്ള എല്ലാവരും തന്നെ എത്രയോ ദിവസങ്ങൾ സങ്കടത്തിലായിരുന്നു. ഇന്നും ആ സങ്കടത്തിന് ഒരു അറുതി വന്നു എന്ന് പറയാറായിട്ടില്ല. പിന്നെ വന്നിട്ടുള്ള പല സംഭവങ്ങളെ തുടർന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധ അങ്ങോട്ട് മാറിയെങ്കിലും വയനാട് ദുരന്തം എന്ന് പറയുമ്പോഴും ഓർക്കുമ്പോഴും നമുക്കത് ചങ്കിടിപ്പോടുകൂടി മാത്രമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ സങ്കടങ്ങളെല്ലാം തന്നെ അന്ന് പല ആളുകളും കാണിച്ചെങ്കിലും പിന്നീട് അത് അങ്ങനെ അല്ലാതായി തീർന്നു എന്നുള്ള ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കുക. ഈ ദുരന്ത ബാധിതരായ ആളുകളുടെ വായ്പയെങ്കിലും എഴുതിത്തള്ളാനുള്ള ഒരു സന്മനസ്സ് കേന്ദ്രത്തിനുണ്ടായില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇപ്പോൾ കേരളത്തിന് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ മരണപ്പെട്ട മനുഷ്യർ, ഇപ്പോൾ അവരുടെ ബാക്കി കഥാപാത്രങ്ങളായി ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, അവരുടെ വായ്പകൾ പോലും എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അമാന്തം ശരിക്കു പറഞ്ഞാൽ മാപ്പർഹിക്കുന്നതല്ല. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം ഇതുവരെ ലഭിച്ചില്ല എന്നുള്ളത്, ആ വാർത്ത നിങ്ങളും ഇത് വായിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് അവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ ഈ കടം, അതായത് ബാങ്കുകളിൽ നിന്നും പല കാര്യങ്ങൾക്കും വേണ്ടി അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ എടുത്തിട്ടുള്ള വായ്പകളും മരിച്ചവരെടുത്തിട്ടുള്ള വായ്പകളും എഴുതിത്തള്ളാൻ വയ്യ എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇടപെട്ടതിനെ തുടർന്ന് കേരള ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ തീരുമാനം എടുത്തിരുന്നു. അതിനു വേണ്ടിയുള്ളൊരു പ്രത്യേക ക്യാമ്പ് നടത്തുകയും ഒക്കെ ചെയ്ത് അവർ മുന്നോട്ട് പോയെങ്കിലും ദേശസാൽകൃത ബാങ്കുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ റിസർവ് ബാങ്കിന് കീഴിലുള്ള ദേശസാൽകൃത ബാങ്കുകൾ ഒന്നും തന്നെ ഈ വായ്പ എഴുതിത്തള്ളാൻ നാളിതുവരെ തയ്യാറായിട്ടില്ല. അതിന് എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ദുരന്ത നിവാരണ വകുപ്പിൽ സെക്ഷൻ 13 അനുസരിച്ച് ഇക്കാര്യം പരിഗണിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അവർ അക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം 3220 വായ്പകൾ ഇപ്പോൾ ഇത് സംബന്ധിച്ച് നിലവിലുണ്ട്. 12 ദേശസാൽകൃത ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്. മൊത്തം 35.32 കോടി രൂപയാണ് ഈ ദുരന്ത ബാധിതരുടെ വായ്പയായി ഉണ്ടായിട്ടുള്ള കടം. ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷം സംസ്ഥാന CM ഒക്കെ തന്നെ ബാങ്കേഴ്സ് സമിതി യോഗമൊക്കെ വിളിച്ച് ഇത് എഴുതി തള്ളുന്നത് പരിഗണിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നുട്ടോ. എന്നാൽ ഇതിനൊന്നും ബാങ്കേഴ്സ് സമിതിക്കൊന്നും ഒരു അധികാരവുമില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ബാങ്കുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ കഴിയൂ. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞതനുസരിച്ച് കാർഷിക വായ്പകൾക്ക് 5 വർഷത്തെ സാവകാശം, അതായത് മൊറട്ടോറിയം അനുവദിച്ചിട്ടുണ്ട്. ആദ്യം 1 വർഷം മാത്രമാണ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചതും അത് ദുരന്ത ബാധിതരായ ആളുകൾക്ക് ഒരു ആശ്വാസമായി തീർന്നതും. എങ്കിലും ഇതുകൊണ്ടൊന്നും കാര്യം അവസാനിക്കില്ല. കാരണം എഴുതിത്തള്ളുന്നതിനുള്ള ഈ വായ്പ തിരിച്ചടയ്ക്കുന്നതിനുള്ള സാവകാശം മാത്രമാണ് മൊറട്ടോറിയം വഴി ലഭിക്കുക. എന്നാൽ ആ സമയം കഴിയുമ്പോൾ ഈ വായ്പ തിരിച്ചടയ്ക്കുക തന്നെ വേണം. അതുകൊണ്ട് കരണീയമായിട്ടുള്ള കാര്യം വായ്പ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. അവിടെ ഉണ്ടായ ഒരു ദേശീയ ദുരന്തമാണെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. അത്രത്തോളമാണ്. ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ മണ്ണിനടിയിൽ ആയിപ്പോയി. വെള്ളവും മണ്ണും അവരുടെ ജീവൻ എടുത്തു. ആ മനുഷ്യരുടെ ബന്ധുക്കളായ ആളുകൾ ഇപ്പോഴും സങ്കടാവസ്ഥയിലാണ്. അവർക്ക് ദേശീയ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ കടങ്ങൾ, വായ്പകളൊക്കെ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് കഴിയും. പക്ഷേ ആ പ്രഖ്യാപനവും ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ്.
പുതിയ വായ്പകളോ അതും ബാങ്കുകൾ കൊടുക്കുന്നില്ല. എങ്ങനെ കൊടുക്കും? കാരണം ഇവർക്ക് സ്ഥിരമായ ഒരു മേൽവിലാസം, സ്ഥിരമായ സ്ഥലം ഒന്നും നാളിതുവരെ വന്നു ചേർന്നിട്ടില്ല. അങ്ങനെ ഉള്ള ഒരു സംഘം ആളുകൾക്ക് ബാങ്കുകൾ പുതിയ വായ്പ കൊടുക്കില്ല. കാരണം വായ്പ തിരിച്ചടവിനുള്ള കപ്പാസിറ്റിയാണ് ബാങ്കുകൾ പലപ്പോഴും നോക്കുക. പക്ഷേ ഇവരുടെ തിരിച്ചടവ് ബാങ്കുകൾക്ക് ഇപ്പോഴും ഇന്നത്തെ അവസ്ഥയിൽ ഉറപ്പില്ലാത്ത സ്ഥിതിയാണ്. ഇവർക്ക് വീടുകൾ കിട്ടുകയും ഇവർക്ക് വസ്തുവകകൾ കിട്ടുകയും ഒക്കെ ചെയ്താൽ മാത്രമേ അതിന്മേൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും ഇതിലൊന്നും തന്നെ വലിയ ഒരു ശുഷ്കാന്തി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് സങ്കടകരം എന്ന് പറയാതെ വയ്യ. ഈ കേരള സർക്കാർ പലവട്ടം ഇതിനു വേണ്ടി കത്തയച്ചു, പലവട്ടം നേരിൽ പോയി. ഇതൊക്കെ തന്നെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അമാന്തം വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒന്നും ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ആളുകളുടെ വായ്പകളെങ്കിലും എഴുതി തള്ളിയിരുന്നു എങ്കിൽ അത് ആ മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും എന്ന് പറയാതെ വയ്യ. ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു എന്നുള്ളതിൽ ആരും രാഷ്ട്രീയ പക്ഷഭേദം കാണാതിരിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ അത് പറയാനുള്ള, അത് പൊതുജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു കർത്തവ്യം കൂടി പൊതുജന താൽപ്പര്യപ്രകാരമുള്ള ഒരു ചാനലിന് വേണ്ടതുണ്ട് എന്ന ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിങ്ങളുടെ